ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ദിര നൂയിയുടെ കഥ ഒരുപാട് പേർക്ക് പ്രചോദനമായ ഒന്നാണ്. മദ്രാസിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇന്ദിര നൂയി തൻ്റെ കഠിനാധ്വാനവും ലക്ഷ്യബോധവും കൊണ്ട് ലോകം അറിയുന്ന ഒരു വ്യക്തിയായി മാറി. ചെറുപ്പം മുതലേ പഠനത്തിൽ മികവ് പുലർത്തിയ ഇന്ദിര നൂയി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബിരുദമെടുത്ത് തുടർന്ന് IIM കൽക്കത്തയിൽ നിന്ന് MBA നേടി. പിന്നീട് അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് ആൻഡ് പ്രൈവറ്റ് മാനേജ്മെൻറ്റിൽ മാസ്റ്റർ ബിരുദവും സ്വന്തമാക്കി. അമേരിക്കയിൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്ത ശേഷം 1994 പെപ്സിക്കോയിൽ ചേർന്നു. അവിടെ തൻ്റെ കഴിവ് തെളിയിച്ച ഇന്ദിര നൂയി 2006 കമ്പനിയുടെ CEO ആയി. പെപ്സിക്കോയുടെ CEO എന്ന നിലയിൽ കമ്പനിയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ അവർക്ക് കഴിഞ്ഞു. ആരോഗ്യകരമായ ഭക്ഷണപാനീയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും പരിസ്ഥിതി സൗഹൃദപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ഇന്ദിര നൂയി വലിയ പങ്കുവഹിച്ചു. പെപ്സിക്കോയിലെ അവരുടെ നേതൃത്വത്തിൽ കമ്പനിയുടെ വരുമാനവും ലാഭവും ഗണ്യമായി വർദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും ശക്തമായ വനിതകളിൽ ഒരാളായി ഇന്ദിര നൂയി മാറി. ഇന്ദിര നൂയിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ആർക്കും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അവർ തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും പ്രതിബദ്ധതയിലൂടെയും ലോകമറിയുന്ന ഒരു വ്യക്തിയായി മാറി. അവരുടെ ജീവിതം ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാണ്. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാനുള്ള അവരുടെ കഴിവ് ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണ്. ജന്മം കൊണ്ട് ആർക്കും വിഭിന്നമാകാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ജീവിതം കൊണ്ട് അതിന് സാധിക്കണം. ജനനത്തിനും മരണത്തിനും ആരും സ്വയം ഉത്തരവാദികളല്ല. ആകസ്മികമായും അനുവാദം ചോദിക്കാതെയും നടക്കുന്ന സംഭവങ്ങളാണവ. ലക്ഷ്യമില്ലാത്ത പ്രവൃത്തികളാണ് കാര്യക്ഷമതയില്ലാതെ പ്രവർത്തകർക്കും ഫലപ്രാപ്തിയില്ലാത്ത കർഷകർക്കും കർമ്മങ്ങൾക്കും വഴിതെളിക്കുന്നത്. വ്യത്യസ്തത ഒരു ലക്ഷ്യമല്ല, മാർഗമാണ്. വ്യത്യസ്തമാകുന്നതിനേക്കാൾ അതുല്യമാകുന്നതിലാണ് ചെയ്തികളുടെ ശ്രേഷ്ഠത. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയും പുതുമ ആവിഷ്കരിക്കാൻ വേണ്ടിയും മാത്രം നടത്തുന്ന പ്രകടനം ഫലരഹിതവും അപമാനജനകവുമാകും. ആലോചിച്ചുണ്ടാക്കുന്ന വ്യത്യസ്തതയ്ക്ക് ആഴമോ ആയുസ്സോ ഉണ്ടാകില്ല. അസാധാരണമായ ലക്ഷ്യങ്ങളും അവിശ്വസനീയമായ പ്രവർത്തന ശൈലിയും ഉണ്ടെങ്കിൽ വ്യത്യസ്തത താനേ രൂപപ്പെടും. മറ്റുള്ളവർ നടന്ന വഴികളിലൂടെ മാത്രം നടക്കുകയും അവർ കണ്ട കാഴ്ചകൾ മാത്രം കാണുകയും ചെയ്യുന്നവർ ഭയചകിതരും അന്തർമുഖരുമാണ്. കോപ്പിയടിച്ച് ശീലിച്ചവർക്ക് തനതായതൊന്നും സൃഷ്ടിക്കാനോ തൻ്റേതായ പാതകളിലൂടെ ചരിക്കാനോ കഴിയില്ല. പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളേക്കാൾ
ഉദ്ദേശശുദ്ധിയോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് പേരും പെരുമയും സമ്മാനിക്കുന്നത്.